ഹായ് ഹലോ. അപ്പോൾ ദേ രണ്ടുപേരും ഉണ്ടോ ഓക്കെ ആയി വരുന്നു. ഇവൻ ഓക്കെ ആയി കേട്ടോ. എന്നും രാവിലത്തെ പോലെ രാവിലെ എൻ്റെ കൂടെ ഓടി വന്ന് ചാടുകയൊക്കെ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഓട്ട മത്സരമൊക്കെ വെക്കുമെന്ന്. അപ്പം അത്രയ്ക്കായില്ലെങ്കിലും എൻ്റെ കൂടെ ഗേറ്റ് വരെയൊക്കെ ഞാൻ ഒന്ന് ഓടിയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഒരുമാതിരി ആവറേജ് സ്പീഡിലൊക്കെ വരുന്നുണ്ട്. മറ്റവനെ ഒപ്പിച്ചിപ്പം ഭയങ്കര കുശുമ്പെന്ന് പറഞ്ഞാൽ കർമ്മനെ തട്ടി മാറ്റിയിട്ടാണ് എൻ്റെ അടുക്ക് വന്നിരിക്കുന്നത്. പക്ഷെ ഇവനറിയാം നമ്മൾ അവന് ഇത്തിരി കെയർ കൂടുതൽ കൊടുക്കുന്നുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് ഇവൻ വന്ന ഉടനെ എനിക്കിട്ട് ഇങ്ങനെ നോക്കും. അപ്പം ഞാൻ സുന്ദരനെ വഴക്കിടും ഇവനെ. ഇപ്പം രണ്ടുപേരും ഓക്കെയാണ്. ഇതിപ്പോൾ മടിയിൽ വന്ന് കിടന്നാണ്, ഞാൻ കാലിൽ നീട്ടിയിരുന്ന് തന്നെ വന്ന് മടി വന്ന് കയറി കിടന്ന്. അത് തന്നെ കിടന്നിട്ട് കുറേ ദിവസമായിരുന്നല്ലോ, വന്ന് കിടക്കത്തൊന്നും ഇല്ലായിരുന്നു. മറ്റവന് കുശുമ്പ് കയറിയിട്ട് അവന് സ്ഥലമില്ലേ, അപ്പം അവനെ നോക്കുക. അപ്പം ശർമ്മക്കുട്ടനെ നമ്മൾ പറഞ്ഞ് സമാധാനിപ്പിച്ചൊക്കെ നിർത്തിയിരിക്കുകയാണ്. എന്തായാലും നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആരെങ്കിലും കൊണ്ട് തരുവാണെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ് പിൻവലിക്കാം എന്നൊക്കെ പറഞ്ഞ് തരും. നമ്മൾ കാണുകയല്ല, നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ടാലും മതി. സംഭവം കാണാതെ തന്നെ എടുത്തുകൊണ്ട് പോയതുപോലെ എപ്പോഴെങ്കിലും കൊണ്ടുവന്ന് ഇട്ടാൽ മതി. അത് തന്നെയല്ല, ഇത് പിള്ളേരാണേലും ആരാണേലും, പിള്ളേരാണെങ്കിൽ വീട്ടിൽ ചെന്ന് പറഞ്ഞേക്കണത് എന്താണ് എന്ന് ശർമ്മയ്ക്ക് ഇവിടങ്ങളിൽ ഈ ചൂണ്ടയുള്ള എൻ്റെ അറിവിൽ വേറെ ആർക്കും നമ്മൾ കണ്ടിട്ടില്ല. ഇവൻ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ്. അപ്പം പുള്ളി അറിയാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ എവിടെയെല്ലാം ഞാൻ കൊണ്ടുപോയിക്കണം അല്ലേ. ആ വീഡിയോ എല്ലാം കാണിച്ചിട്ടില്ലേ, വീഡിയോ ഇടാത്ത വീഡിയോ ഉണ്ട്. അപ്പോൾ രണ്ടുപേരും നല്ല ആക്റ്റീവായിട്ട് ഇന്ന് സമാധാനമായി കേട്ടോ. അപ്പോൾ സുന്ദരൻ്റെ വിവരമൊക്കെ രണ്ടുപേരുടെയും വിവരം തിരക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടും കൂടെ പറയുകയാണ്, ആൾ ഓക്കെ ആയി. ഇവന് പിന്നെ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം സന്ധ്യക്ക് അഴിച്ചു വിട്ടപ്പോഴും ഇത്തിരി നേരം ഒന്ന് അഴിച്ചു വിട്ട്, തൊടലാടെ തന്നെ വിട്ടത്. ഉടനെ മണ്ണും കല്ലും തിന്നാൻ പോയി. അവൻ വിരമരുന്ന് കൊടുത്ത്, നമ്മൾ വിരമരുന്ന് കൊടുത്തെന്ന് ഇപ്പം ഇന്നും കമൻറ്റ് ബോക്സിലുണ്ടായിരുന്നു. നമ്മൾ വിരമരുന്ന് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞതാണ്. ഇവൻ തിന്നത്തില്ല കല്ലും മണ്ണും. പിന്നെ ദഹനത്തിൻ്റെ മരുന്ന് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നോക്കട്ടെ. ഇന്ന് ഫുഡ് നന്നായിട്ട് കഴിച്ചു കേട്ടോ. ഇന്ന് ബീഫൊക്കെ വാങ്ങിച്ച് അതിൻ്റെ ഇതായിട്ടുള്ള ഇതില്ലേ, അത് വാങ്ങിച്ച് നന്നായിട്ട് വേവിച്ച് ഒക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴിച്ച് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ചിക്കൻ കൊടുക്കണതിൽ ഇഷ്ടം ബീഫ് കൊടുക്കണം. അപ്പോൾ ഇന്ന് പോയി ശർമ്മ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു രാവിലെ. അത് മേടിച്ച് തന്നിച്ചാണ് സ്കൂളിൽ പോയത്. അപ്പോൾ അതൊക്കെ കഴിച്ച് വന്നപ്പം പുള്ളിയുടെ ക്ഷീണം ഒന്നും കൂടെ നന്നായിട്ട് മാറി കണ്ടോ. അത് ഇന്നലത്തേക്കാൾ നല്ല ഉണർവില്ലേ മുഖത്ത്.